എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ രാമായണമാസ ആശംസകൾ. നമ്മൾ ഒന്നിച്ച് ഭക്തിയോടെ രാമായണ പാരായണം ആരംഭിച്ചു കഴിഞ്ഞുവല്ലോ. നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ട് ഒത്തിരി അമ്മമാർ സ്നേഹത്തോടെ വന്ന് കമന്റ് ബോക്സിൽ ശ്രീരാമ ജയം എന്ന് കുറിച്ചിരുന്നു. അത് കാണുമ്പോൾ മനസ്സിന് വലിയൊരു സന്തോഷമാണ്. നമ്മൾ വായനയൊക്കെ തുടങ്ങി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ രാമായണം വായിച്ചു പോകുമ്പോൾ നമ്മൾ എത്തുന്ന വളരെ പ്രധാനപ്പെട്ട ചില അധ്യായങ്ങളുണ്ട്. അതിലൊരു പ്രത്യേക ഭാഗം എത്തിയാൽ എൻ്റെ അമ്മമാർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില ചിട്ടകളുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒത്തിരി അമ്മമാർ ചോദിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. മരണ വീടുകളിൽ രാമായണം വായിക്കാറുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ വീടുകളിൽ പുലയോ വാലായ്മയോ അല്ലെങ്കിൽ പീരീഡ് സമയത്തോ രാമായണം വായിക്കാൻ പാടുണ്ടോ? എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ ആചാരമെന്ന്? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഭക്തിയോടെ വായിക്കുന്നതിന്റെ ഫലം 100 ഇരട്ടിയായി കുടുംബത്തിൽ വന്ന് നിറയാൻ സഹായിക്കുന്ന ആ വലിയ രഹസ്യങ്ങളും അമ്മമാരുടെ ഈ പ്രധാന സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയും ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. ഒരൊറ്റ ഭാഗം പോലും വിട്ടുപോകാതെ മുഴുവനായിട്ട് ഒന്ന് കേൾക്കണേ. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും സന്തോഷം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ. അമ്മമാരെ, നമ്മൾ ബാലകാണ്ഡവും അയോധ്യാകാണ്ഡവും ഒക്കെ കഴിഞ്ഞ് വായന മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എത്തുന്ന ഏറ്റവും പുണ്യമേറിയ ഭാഗമാണ് സുന്ദരകാന്ഡം. രാമായണത്തിലെ ഏറ്റവും ശക്തിയേറിയ, കുടുംബത്തിൽ അത്ഭുതങ്ങൾ വരാൻ സഹായിക്കുന്ന ഒരു അധ്യായമാണിത്. ഹനുമാൻ സ്വാമി കടൽ ചാടി ലങ്കയിലെത്തുന്നതും സീതാദേവിയെ കണ്ട് ആശ്വസിപ്പിക്കുന്നതും ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ആ മോതിരം സീതാദേവിയുടെ കയ്യിൽ കൊടുക്കുന്നതുമായ ഭാഗങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. പല അമ്മമാർക്കുമുള്ള ഒരു വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ, രാമായണത്തിലെ ബാക്കി ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഉള്ളിൽ വലിയൊരു സങ്കടം ഉണ്ടാവും. രാമൻ കാട്ടിലേക്ക് പോകുന്നതും സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുന്നതും ഇതൊക്കെ വായിക്കുമ്പോൾ അമ്മമാരുടെ മനസ്സ് ശരിക്കും വിതുമ്പാറുണ്ട് അല്ലേ? പലരും ചോദിക്കാറുണ്ട്, മോളെ ഇതൊക്കെ വായിക്കുമ്പോൾ ഉള്ളിൽ വലിയ സങ്കടം വരുന്നു, ഇത് കുടുംബത്തിന് ദോഷമുണ്ടോ? അതായത് രാമായണ പാരായണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകുന്നത് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊരു സംശയം പല അമ്മമാർക്കും ഉണ്ടാവാറുണ്ട്. ഒരിക്കലുമില്ലമ്മേ. ഭഗവാന്റെ കഷ്ടപ്പാടുകൾ കണ്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഒരു കണ്ണുനീർ തുള്ളി ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു ഭക്തി ഈ ലോകത്തിലില്ല എന്ന് തന്നെ പറയാം. അത് കുടുംബത്തിന് ഒരിക്കലും ദോഷമുണ്ടാക്കുകയില്ല. ഭഗവാനോട് നമ്മൾക്കുള്ള ആത്മബന്ധമാണ് ആ കണ്ണുനീര് കാണിക്കുന്നത്. എന്നാൽ സുന്ദരകാന്ഡത്തിലെത്തുമ്പോൾ ആ സങ്കടങ്ങളെല്ലാം മാറി നമ്മുടെ മനസ്സിലും വീടുകളിലും വലിയൊരു പോസിറ്റീവ് എനർജി നിറയുന്നത്, ഐശ്വര്യം നിറയുന്നത് നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, കണ്ടറിയാൻ പറ്റും. പ്രതീക്ഷയും ധൈര്യവും ഭഗവാന്റെ അനുഗ്രഹത്തിലുള്ള വിശ്വാസവും നമ്മുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ നിറയുന്ന അനുഭവമാണ് ഈ ഒരു സമയത്ത് പലർക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുന്ദരകാന്ഡ പാരായണത്തിന് ഭക്തർക്കിടയിൽ ഒരു പ്രത്യേക സ്ഥാനവുമുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം കേട്ടോ. നിങ്ങൾ വായിച്ച് സുന്ദരകാന്ഡം എന്ന ഭാഗത്തേക്ക് കടക്കുന്ന ആ ഒരു ദിവസം ഒരു പ്രത്യേക ചിട്ട, ഒരു ആചാരം നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, രാമായണം വായിക്കുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്ന്. എന്നാൽ സുന്ദരകാന്ഡം വായിക്കുന്ന ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമി നിങ്ങളുടെ പൂജാമുറിയിൽ പൂർണ്ണമായും വന്നിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ആ ദിവസം നമ്മൾ ചെയ്യേണ്ടത്, സുന്ദരകാന്ഡം വായിക്കാനിരിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു ചെറിയ പാത്രത്തിൽ അല്പം അവലോ അല്ലെങ്കിൽ കൽക്കണ്ടമോ അതുകൂടാതെ ഒരു പഴമോ ഹനുമാൻ സ്വാമിക്ക് നിവേദ്യമായിട്ട് വെക്കണമെന്നുള്ളതാണ്. കൂടെ ഒരു ഗ്ലാസ് ശുദ്ധമായ ജലവും വെക്കുക. ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവലും പഴവും എന്ന് പറയുന്നത്. ഇത് വെച്ച് പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ സുന്ദരകാന്ഡം വായിക്കാനിരുന്നാൽ നിങ്ങളുടെ മക്കളുടെ പേരിലുള്ള വീട്ടിലെ തടസ്സങ്ങളെല്ലാം മാറാനും മക്കൾക്ക് നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളോ നടക്കാൻ ഇത് വലിയ രീതിയിൽ സഹായിക്കും എന്നുള്ളതാണ്. വായന കഴിഞ്ഞ ശേഷം ഈ നിവേദ്യം വീട്ടിലെ കുട്ടികൾക്കും മക്കൾക്കുമൊക്കെ പ്രസാദമായിട്ട് നൽകാവുന്നതാണ്. ഇത് വരും ദിവസങ്ങളിൽ എൻ്റെ അമ്മമാർ ഈ സുന്ദരകാന്ഡം ഭാഗം വായിക്കുമ്പോൾ ഉറപ്പായിട്ടും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത്രയും ഐശ്വര്യമാണ് നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യവുമുണ്ട്. നമ്മൾ സുന്ദരകാന്ഡത്തിലെ സീതാദർശനം, അതായത് ഹനുമാൻ സ്വാമി സീതാദേവിയെ അശോകവനത്തിൽ വെച്ച് കാണുന്ന ആ ഭാഗം വായിച്ചു നിർത്തുന്ന ദിവസം വായന നിർത്തിയ ഉടൻ തന്നെ വീട്ടിൽ ഒരു നെയ് വിളക്ക് തെളിയിക്കുന്നതും സർവ്വ ഐശ്വര്യമാണ്. കാരണം അത്രയും നാൾ സങ്കടപ്പെട്ടിരുന്ന സീതാദേവിയുടെ അടുത്തേക്ക് ഭഗവാന്റെ ദൂതനെത്തി
അമ്മയുടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം മാറുന്ന മംഗളകരമായ ഒരു നിമിഷവും കൂടിയാണിതല്ലേ. ആ ഭാഗം വായിച്ചു നിർത്തി വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും മാറാൻ ലക്ഷ്മി ദേവിയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരമാണല്ലോ സീതാദേവി എന്ന് പറയുന്നത്. ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് പഴമക്കാർ പറയുന്നത്. നമ്മുടെ ആദ്യ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വായന എപ്പോഴും സന്തോഷമുള്ള ഒരു സന്ദർഭത്തിൽ നിർത്തണമെന്ന് പറഞ്ഞതിന് പ്രധാന കാരണവും ഇതാണ്. ഇത്തരം മംഗളകരമായ വരികളിൽ നിർത്തുമ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിലും വലിയൊരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ചില അമ്മമാർ ചോദിച്ച ഒരു സംശയം കൂടി ഞാൻ പറഞ്ഞു തരാം. മോളെ, ഞങ്ങൾക്ക് ഒരു ദിവസം 20 മിനിറ്റ് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം വായന പൂർണ്ണമായി മുടങ്ങിപ്പോയാൽ എന്ത് ചെയ്യും എന്നത്. അമ്മമാരെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഭഗവാന് നമ്മുടെ ചിട്ടകളേക്കാൾ വലുത് നമ്മുടെ സാഹചര്യങ്ങളാണ്. ജോലി തിരക്കുകൾ കൊണ്ടോ മറ്റെന്തെങ്കിലും ക്ഷീണം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഒരു ദിവസം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒട്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഭഗവാനോട് മനസ്സിൽ ക്ഷമ ചോദിക്കുക. തൊട്ടടുത്ത ദിവസം സമയം കിട്ടുമ്പോൾ മുൻപത്തെ ദിവസത്തെ ഭാഗം കൂടി ചേർത്ത് അല്പം കൂടുതൽ സമയം ഇരുന്ന് വായിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. ഭക്തി എന്നത് നമ്മളെ ടെൻഷൻ അടിപ്പിക്കാനുള്ളതല്ല, മനസ്സിന് സമാധാനം തരാനുള്ളതാണ്. അതുകൊണ്ട് ഒട്ടും ഭയമില്ലാതെ പൂർണ്ണമായ സന്തോഷത്തോടെ വായന നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒത്തിരി അമ്മമാർക്ക് സംശയമുള്ള ആ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. മരണ വീടുകളിൽ രാമായണം വായിക്കാറുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ പുലയോ വാലായ്മയോ ഉള്ള സമയത്ത് വീട്ടിൽ രാമായണം വായിക്കാമോ എന്നതായിരുന്നു ഒരു പ്രധാന ചോദ്യം. അമ്മമാരെ, മരണ വീടുകളിൽ രാമായണ പാരായണം നടത്തുന്ന പതിവ് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉണ്ട്. നമ്മൾ നിത്യമായി വീടുകളിൽ ഭക്തിയോടെ വായിക്കുന്ന അധ്യാത്മ രാമായണം തന്നെയാണ് പല സ്ഥലങ്ങളിലും അവിടെയും പാരായണം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മരണ വീട്ടിലെ പാരായണവും നമ്മുടെ വീട്ടിലെ നിത്യപാരായണവും പിന്തുടരുന്ന ചിട്ടകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം. നമ്മുടെ നാട്ടിലെ പല കുടുംബങ്ങളിലും ഒരു ജനനമോ മരണമോ നടന്ന ശേഷം പുലയോ വാലായ്മയോ ആചരിക്കുന്ന നിശ്ചിത ദിവസങ്ങളിൽ രാമായണ ഗ്രന്ഥം കയ്യിലെടുത്ത് പാരായണം ചെയ്യാതെ ആ ദിവസങ്ങൾ കഴിഞ്ഞ് വീടും പൂജാമുറിയും ശുദ്ധമാക്കിയ ശേഷം വീണ്ടും വായന ആരംഭിക്കുന്ന രീതിയാണ് പിന്തുടരുന്നത്. എന്നാൽ അമ്മമാരെ, ഒരു കാര്യം ഇവിടെ പ്രത്യേകം ഓർക്കണം. കേരളത്തിലെ ഓരോ കുടുംബത്തിനും ഓരോ സമ്പ്രദായത്തിനും ചെറിയ ആചാര വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഞാനിവിടെ പറയുന്നത് നമ്മുടെ നാട്ടിൽ പൊതുവായി തലമുറകളായി പിന്തുടർന്നു വരുന്ന ചില ആചാര രീതികളെക്കുറിച്ചാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്നവർ പറഞ്ഞു തരുന്ന രീതിയോ നിങ്ങൾ പിന്തുടരുന്ന സമ്പ്രദായമോ വ്യത്യസ്തമാണെങ്കിൽ അതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ആ ദിവസങ്ങളിൽ മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കുന്നതിനും രാമനാമം ജപിക്കുന്നതിനും തടസ്സമില്ല. അതുപോലെ തന്നെ മാസമുറ സമയത്തെ, അതായത് നമ്മുടെ പീരീഡ് സമയത്തെ കാര്യത്തിലും കുടുംബ ആചാരങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ചില കുടുംബങ്ങളിൽ ആ ദിവസങ്ങളിൽ ഗ്രന്ഥം നേരിട്ട് സ്പർശിക്കാതെ വീട്ടിലെ മറ്റാരെങ്കിലും വായിക്കുന്നത് കേൾക്കുകയോ രാമായണ പാരായണം ശ്രവിക്കുകയോ ചെയ്യുന്ന രീതിയാണ് പിന്തുടരുന്നത്. പ്രധാനമായും അമ്മമാർ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഭക്തി നമ്മളെ ഭയപ്പെടുത്താനുള്ളതല്ല, ഭഗവാനോടുള്ള സ്നേഹവും സമർപ്പണവും മനസ്സിന് സമാധാനവും നൽകുന്നതാണ്. അമ്മമാരെ, ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വീട്ടിലെ ആചാരം എന്താണ്? പുലയോ വാലായ്മയോ ഉള്ള സമയത്തായാലും പീരീഡ് സമയത്തായാലും നിങ്ങളുടെ കുടുംബത്തിലെ രാമായണ പാരായണത്തിന് എന്ത് രീതിയാണ് പിന്തുടരുന്നത്? ആ ദിവസങ്ങളിൽ വായന തുടരുന്ന രീതിയാണോ, അല്ലെങ്കിൽ ആചാരപ്രകാരം കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന രീതിയാണോ? നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ പറഞ്ഞു തരുന്ന രീതികൾ സ്നേഹത്തോടെ കമന്റ് ബോക്സിൽ ഒന്ന് പങ്കുവെക്കണേ. എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ, ഈ പുണ്യമാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. വരും ദിവസങ്ങളിൽ സുന്ദരകാന്ഡത്തിൽ എത്തുമ്പോൾ ഈ പറഞ്ഞ ലളിതമായ കാര്യങ്ങൾ എന്റെ അമ്മമാർ ഓർക്കുമല്ലോ അല്ലേ? രാമായണ വായന ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ അമ്മമാരും കമന്റ് ബോക്സിൽ ഒരു ശ്രീരാമജയം എന്ന് കൂടി എഴുതാൻ മറക്കരുതേ. കാരണം നമ്മൾ ഒന്നിച്ചു ചൊല്ലുന്ന ഈ നാമം നമ്മുടെ വീടുകളിൽ വലിയൊരു കാവലായി മാറും. ഈ വീഡിയോ മറ്റുള്ള അമ്മമാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കൂ. അവരും ഈ കാര്യങ്ങൾ അറിഞ്ഞു വായന തുടരട്ടെ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും സന്തോഷം. ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹത്താൽ യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഭക്തിയോടെയും സന്തോഷത്തോടെയും ഈ പുണ്യമേറിയ രാമായണ പാരായണം പൂർത്തിയാക്കാൻ എൻ്റെ എല്ലാ അമ്മമാർക്കും കഴിയട്ടെ. നമ്മുടെ വീടുകളിൽ രാമനാമത്തിന്റെ പുണ്യവും ഭഗവാന്റെ അനുഗ്രഹവും
മനസ്സിന് സമാധാനവും എന്നും നിറഞ്ഞു നിൽക്കട്ടെ. ഇന്നത്തെ ഈ പാരായണവും പ്രാർത്ഥനയും ശ്രീരാമചന്ദ്രന്റെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾ. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.